ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഉച്ചക്കത്തെ എല്ലാവരുടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. 1:30-2 മണീൻ്റെ ഇടയ്ക്കായി. നമ്മളും ഇതാ ഭക്ഷണം കഴിക്കാൻ നോക്കുന്ന. നമുക്ക് ശരിക്കും വെച്ചാൽ എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മൾ കറി ഒന്നുമില്ല എന്നല്ല, പച്ചക്കായുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ പിന്നെ നമുക്ക് മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ വെച്ചാൽ ചക്കയും ചക്കക്കുരുവും വന്നു കഴിഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ കറി തന്നെ, അത് കറി, ഉപ്പേരി, അങ്ങനെ മെഴുക്ക് വരട്ടി, ഇങ്ങനത്തെ പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കും. പിന്നെ കർമൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കൊണ്ടുള്ള വിവിധ തരം കറികൾ. ഇന്ന് എനിക്ക് വേറൊന്നുമില്ല, പച്ചക്കായ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പച്ചക്കായ കൊണ്ട് തന്നെ ഒരു 2-3 ഐറ്റം ഉണ്ടാക്കി ഇന്ന് ഇലയിൽ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഭാഗമായിട്ട് ഇവിടെ ചോറിനുണ്ടേ ചോദിക്കൂ, പച്ചക്കായ കൊണ്ട് എനിക്ക് ചോറും വെച്ചുവിടാനൊന്ന്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇല എടുത്ത് കൊണ്ടുവന്ന് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് തണിയാനാണ്. ചോറുണ്ടാക്കാൻ കുറച്ച് വൈകിപ്പോയി ഞാൻ. അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒപ്പം ഇതാ ഒരു പപ്പടമുണ്ട്, മാങ്ങേൻ്റെ അച്ചാറുണ്ട്, കായപ്പക്കേൻ്റെ കൊണ്ടാട്ടമുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സംഭവം എന്ന് പറഞ്ഞാൽ നേന്ത്രക്കായാന്നേ, അതിൻ്റെ ഇത് ഉപ്പേരി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട, നല്ല നേന്ത്രക്കായ കൊണ്ട് തന്നെ നല്ല മെഴുക്ക് വരട്ടിയില്ല, അതുപോലെ നീളത്തിൽ മുറിച്ചിട്ടിട്ട് അങ്ങനെ ആക്കിയതാണ്. ഇതിൻ്റെ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂട്ടി തിന്ന, മീനില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇത് സംഭവം കായ് തന്നെ മോര് ഒഴിച്ചിട്ട് കറി വെച്ച്. അപ്പോൾ നല്ല വിറ്റല്ലേ, ഒന്നുണ്ടെങ്കിൽ തന്നെ നമുക്കെല്ലാം കഴിയൂലേ, വെറൈറ്റി ആക്കിയാൽ പോരെ അല്ലേ. എന്നാ കുഴപ്പം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടിയൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേറൊരു സംഭവമൊന്നും കറി വെക്കണമെന്നില്ല, എന്തെങ്കിലും ഒന്നുമില്ല കറമൂസോ അങ്ങനത്തെ എന്തെങ്കിലും ഉള്ളെങ്കിൽ അതിനെ കൊണ്ട് തന്നെ വിവിധ തരം ആക്കുക. എന്താ വെച്ചാൽ കറി വെക്കുക, പയറും ഇതിട്ടിട്ട് കറി വെക്കുക, ഉപ്പേരി വെക്കുക, മെഴുക്ക് വരട്ടിയാക്കുക, ഓലനാക്കുക, കർമൂസ കൊണ്ട് കുറേ ഐറ്റങ്ങളാക്കുക. അതുപോലെ കുമ്പളം കിട്ടിയതിൻ്റെ കുമ്പളത്തിനെ കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ ഇതൊന്നുമല്ല, ഒരു മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു മീൻ കറി, ഒരു പുളിമുളക്, ഒരു പൊരിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ചോറും കഴിക്കാം, അത് വേറെ വിഷയം. പക്ഷേ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് കറി വെക്കണമെന്നൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് വെച്ച തന്നെ വെക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടൊന്നും ആരും ഇരിക്കണ്ടേ, നമുക്ക് വെറൈറ്റി ഉണ്ടാക്കി വെക്കുക, വെറൈറ്റി കഴിച്ച് നോക്കുക. അങ്ങനെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സച്ചൂട്ട ടേസ്റ്റ് ഉണ്ടാ കറിക്ക്, അടിപൊളിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, കായ്പ്പോൾ നമ്മൾ കാളനെല്ലാം വെക്കൂലേ, കാളന് ചേനയൊന്നുമില്ല, അതുപോലെ തന്നെ മോര് ഒഴിച്ചിട്ട് വെച്ചതാണ്, വേറൊന്നും അതിനില്ല. പക്ഷേ ഇതെന്ന് ഈ ഉപ്പേരിയെ വെച്ചെന്ന് പറഞ്ഞാൽ കായ്, മഞ്ഞളും പിന്നെ ഉപ്പും കൂട്ടി ഇത്തിരി വെള്ളത്തിൽ അടുപ്പത്ത് വെച്ച് നല്ലോണം വെന്തതിന് ശേഷം വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂട്ട ചതച്ചിട്ട് ഇട്ടതാണ് ഈ ഉപ്പേരിൻ്റെ അകത്ത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ് നീളത്തിൽ കട്ടി കുറച്ചിട്ട് നീളത്തിൽ മുറിച്ചിട്ടിട്ട് പിന്നെ വറവ് കഴിക്കും. വറവ് എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് വലിയ ഉള്ളിയും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നീളത്തിൽ മുറിച്ചിട്ട് പച്ചക്കായ അതിൻ്റെ അകത്ത് ഇടുക. എന്നിട്ട് വെള്ളം ഒഴിക്കാണ്ട് നല്ലോണം ഈ ആവിയിൽ വെന്ത് വരുന്നത് ഇതാണ്ട മെഴുക്ക് വരട്ടി ഇങ്ങനെ ആക്കിയത്. വേറൊന്നുമില്ല, സിമ്പിളായിട്ട് എല്ലാം വെക്കാൻ പറ്റും. പക്ഷേ ടേസ്റ്റുകൾ ഒരു സംഭവത്തിന് തന്നെ കൊണ്ടുണ്ടാക്കുന്നതാണെങ്കിലും പല രുചികളായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഓക്കെ, ബൈ.